കറക്റ്റ് ഇന്ന് ഞായറാഴ്ച ആയിട്ട് തന്നെ ഗ്യാസ് തീരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല 8ൻ്റെ പണിയായിരുന്നു ഇന്ന് കിട്ടിയത്. കറക്റ്റ് കാപ്പി ഉണ്ടാക്കാൻ 2-3 ദോശ ആയപ്പോഴത്തേനും ഗ്യാസ് അങ്ങ് തീർന്നു കിട്ടി. ഇനിയിപ്പോൾ എന്തോ ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ല. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൂടാതെ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ് കേട്ടോ. രാവിലെ അതുകൊണ്ട് താമസിച്ച് തന്നെ എഴുന്നേറ്റത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ പോലെ 10 മണിയൊന്നും ആയിട്ടില്ല കേട്ടോ, 8 മണി ആയിട്ടുണ്ട്, 8-8:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതാ പല്ല് തേക്കാനായിട്ട് വന്നതാട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, സജഷൻസും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലോട്ട് റീച്ച് ആവത്തുള്ളൂ കേട്ടോ, നോട്ടിഫിക്കേഷനൊക്കെ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫ്രഷൊക്കെ ആവുന്ന എല്ലാവരും ചെയ്യുന്ന പരിപാടികൾ തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ നമ്മുടെ ലുക്കൊക്കെ കണ്ടിട്ട് ഒരാളെ നമ്മൾ വിലയിരുത്താൻ പോകരുത്. അവർ ചിലപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു വേഷം കാര്യങ്ങളൊക്കെ അവരുടെ കംഫർട്ടബിളൊക്കെ നോക്കി അങ്ങനെയൊക്കെ ആയിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു കോലത്തിലൊന്നും ഇറങ്ങത്തില്ലല്ലോ. വീട്ടിൽ നമ്മൾക്ക് എന്താണോ കംഫർട്ടബിൾ അങ്ങനെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നത്. എനിക്കിപ്പം ചില ദിവസങ്ങളിൽ ചുരിദാർ ഇട്ടുകൊണ്ട് നിൽക്കും, ചിലപ്പോൾ നൈറ്റി ആയിരിക്കും. എനിക്ക് എന്താണോ ഇടാൻ തോന്നുന്നത് അത് ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ നിൽക്കുന്നത്. ആ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു കോലത്തിൽ തന്നെയായിരിക്കും ഞാൻ വീഡിയോയിലും വരുന്നത്. അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാനോ ഡ്രസ്സ് മാറാനോ മേക്കപ്പ് ഇടാനോ ലിപ്സ്റ്റിക്ക് പോലും എനിക്ക് ഇടാൻ തോന്നാറില്ല. ഓരോരുത്തരൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്, എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടാതെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്ന ഇഷ്ടം കേട്ടോ. അതെവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഒന്ന് ജസ്റ്റ് ഇടും. പക്ഷെ വീട്ടിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാനായിട്ട് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ നമ്മളെപ്പോലുള്ള എല്ലാ ഈ വീട്ടമ്മമാർക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ സന്തോഷം തരുന്നൊരു കാര്യമാണ് നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചേക്കുന്ന മാവ് പുളിച്ച് പൊങ്ങി വരുന്നത്. എനിക്കും അതേ സന്തോഷം, അതേ ഫീല് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മാവൊക്കെ പുളിച്ച് പൊങ്ങി അടിപൊളിയായിട്ട് ദോശയ്ക്കായാലും ഇഡലിക്കായാലും പറ്റിയ പരുവത്തിന് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊങ്ങി വന്ന് അടപ്പിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ അടപ്പിൽ നിന്ന് ഇങ്ങനെ വടിച്ചെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അതുകൊണ്ട് ഞാൻ അതെല്ലാം എടുത്തതിന് ശേഷമേ ഞാൻ ആ അടപ്പ് കഴുകിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കും. പിന്നെ അടപ്പിലാവും, പിന്നെ അതിങ്ങനെ വടിച്ചെടുക്കാനായിട്ട് നല്ല രസമല്ലേ. അപ്പോൾ രാവിലെ ഇന്ന് ദോശ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം 2 ദിവസമായിട്ട് ഇഡലി തന്നെയാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ കഴിക്കുന്നവർക്ക് തന്നെ ഒരു മടുപ്പ് തോന്നത്തില്ല ഇഡലി കഴിച്ച്. അതുകൊണ്ട് ഇന്ന് ദോശ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാവൊക്കെ അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി ഇടാമെന്ന് വിചാരിച്ച്. സാധാരണ ഞാൻ രാവിലെ ചായ ആയിരിക്കും കുടിക്കുന്നത്. കട്ടൻ ചായ ഞാനങ്ങനെ കുടിക്കാറില്ല. കാപ്പി കുടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കാപ്പി ഇട്ടതുകൊണ്ട് അമ്മയും പറഞ്ഞു അമ്മയ്ക്കും കാപ്പി മതിയെന്ന്. നീലൂട്ടനും കാപ്പി തന്നെ എടുത്തു കേട്ടോ. കാരണം പാലില്ലായിരുന്നു. പാലുണ്ടായിരുന്നെങ്കിൽ അവന് ഞാൻ പാല് കാച്ചിയായിരുന്നു കൊടുക്കുന്നത്. ഇപ്പം പാല് തീർന്നത് കൊണ്ട് ഇനി വാങ്ങിച്ചിട്ട് വൈകിട്ട് പാല് കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ ഒരു ഗ്ലാസ് കാപ്പി കൊടുക്കാമെന്ന് വെച്ചേ. അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ തൊട്ട് ഒരു ചെറിയ തൊണ്ടയ്ക്ക് ഒരു പണിമുടക്ക് പോലെ ഉണ്ട്. പനിയൊന്നും ആവാതിരുന്നാൽ കൊള്ളായിരുന്നു എന്നാണ് പ്രാർത്ഥന. അപ്പോൾ ഇരുന്നിരുന്ന് ആൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ഇരുന്നായിരിക്കും ഗുസ്തി മൊത്തം. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇനി കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. ഭയങ്കര സംശയമാണ് നീലൂട്ടന്. എന്തൊക്കെ ചോദിക്കണമെന്ന് അവന് തന്നെ അറിയത്തില്ല. ഇത് ഏത് കപ്പാ, ഇത് നമ്മൾ പണ്ട് വാങ്ങിച്ച കപ്പല്ലേ, അങ്ങനെ തുടങ്ങി ഓരോന്നിൻ്റെയും ചരിത്രം അവൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. ചില സമയത്ത് ഞാനിങ്ങനെ പറയും, എൻ്റെ കൊച്ചേ ഒന്നും മിണ്ടാതിരി എന്നൊക്കെ പറയും. പക്ഷേ എന്നാലും അവൻ്റെ ഈ വായിട്ടലകിലില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു രസമില്ല കേട്ടോ. നല്ല രസം. അങ്കൻവാടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ബഹളവും കാണത്തില്ല, സൈലൻ്റ് ആയിരിക്കും വീട് കേട്ടോ. ഞാൻ അന്നേരം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുത്തിയിരിക്കും. പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ മേളമായിരിക്കും കേട്ടോ. നല്ല രസമാണ്. അത് എല്ലാ വീട്ടിലും, കുട്ടികളുള്ള വീടുകളിലെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും ഈ ഒരു കാര്യമെന്ന് പറയുന്നത്.
അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് പോകും കേട്ടോ. എനിക്ക് പിന്നെ അടുക്കളയിൽ പണിയുണ്ട്. അങ്ങനെ ദോശ എടുക്കാമെന്ന് വിചാരിച്ചു. പറഞ്ഞ പോലെ തന്നെ 2-3 ദിവസം ഇഡലി ആയിരുന്നല്ലോ. എന്നും ഇഡലി ഒരേ കാര്യം തന്നെ എടുക്കുമ്പം കഴിക്കുന്നവർക്കും ഉണ്ടാക്കുന്ന നമ്മൾക്കും അത് മടുപ്പാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ദോശ എടുക്കാമെന്ന്. അപ്പം ഗ്യാസ് ഏത് നിമിഷവും തീരാം എന്നുള്ള ഒരു ഇതിൽ ഇരിക്കുകയാണ്. എന്നാലും ഞാൻ വിചാരിച്ചു ദോശ എടുത്ത് നോക്കാം. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് തീർന്ന ഇൻഡക്ഷൻ കുക്കറേ ഉള്ളൂ പിന്നെ ഒരു ആശ്വാസമെന്ന് പറയുന്നത്. കുഴപ്പമില്ലെന്ന് വിചാരിച്ചു, ഇൻഡക്ഷൻ കുക്കർ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ദോശയും ചമ്മന്തി എങ്ങാനും എടുക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തിയും കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ തിരുവിയത് കഴിഞ്ഞ ദിവസം ഇഡലിയുടെ കൂടെ ചമ്മന്തി എടുക്കാമെന്ന് പറഞ്ഞ് തേങ്ങ തിരുവിയപ്പോഴാണ് അമ്മ പറഞ്ഞത് കുറച്ച് ചമ്മന്തി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, നമുക്കത് തികയും എന്ന് പറഞ്ഞത്. അങ്ങനെ തിരുവിയ തേങ്ങ ഞാൻ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പം ആ കുറച്ച് തേങ്ങ എടുത്തിട്ട് ദോശയ്ക്ക് ചുമന്ന ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നും വെള്ള ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പം ചമ്മന്തി ആക്കാമെന്ന് പറഞ്ഞ് എടുത്തതും ഗ്യാസ് തീർന്നതും ഒരുമിച്ചിരുന്നു. അതിൻ്റെ കൂടെ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. ഇന്ന് ഗ്യാസ് കിട്ടുന്ന ദിവസമല്ല. തന്നെയല്ല, നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളും കാരണം ഗ്യാസ് കിട്ടുമോയെന്ന് പോലും അറിയത്തില്ല. എന്തായാലും നല്ല ദിവസവും നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങിയത് കൊണ്ടായിരിക്കും ഗ്യാസ് അങ്ങ് തീർന്നു. ഇനി ഒരേ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കറണ്ടടുപ്പ് ഇൻഡക്ഷൻ ടോപ്പാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ എന്തോ ഇതെന്നറിയോ, ദോശക്കല്ല് എന്തായാലും ഇതിൽ വെക്കാൻ പറ്റത്തില്ല. നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ല് ഇല്ല. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു ചരുവത്തിൽ വെള്ളം വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ അരിപ്പപ്പാത്രം എടുത്ത് വെച്ച് അതിനകത്ത് ഇഡലി പാത്രത്തിൻ്റെ ഒരു തട്ട് വെച്ചിട്ട് ഞാൻ ഒരു അടപ്പെടുത്ത് അടച്ചു വെച്ചു ഇഡലി ഉണ്ടാക്കാനായിട്ട്. ഒന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അയ്യോ ഇല്ലേ എനിക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം വേറെന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്യുക. അതല്ലേ നമുക്ക് നല്ലത്, അതല്ലേ ഹീറോയിസം. അപ്പം ഞാൻ ഈ ഒരു കുരുട്ട് ബുദ്ധിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ദോശമാവ് അങ്ങോട്ട് കോരി ഒഴിച്ചിട്ട് ഇഡലി അങ്ങോട്ട് ആക്കിയെടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇഡലി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഗ്യാസിൽ ഇഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റി എടുക്കുന്ന അത്ര ആ ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇഡലി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇളക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ചട്ടുകത്തിൻ്റെ ചെറുഭാഗം വെച്ചൊന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ വെന്തോന്ന്. അപ്പോൾ ആദ്യം കുത്തി നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു, ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു 2-3 മിനിറ്റും കൂടി വെച്ച് ആവിയേറ്റിട്ട് ഒന്നും കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 തട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ ഒരു മുട്ടയും കൂടെ പുഴുങ്ങാനിടുക കേട്ടോ. അപ്പം നമുക്ക് സെപ്പറേറ്റ് വേറെ മുട്ട പുഴുങ്ങണ്ടല്ലോ, അപ്പം അത്രയും ലാഭിക്കാം. ഇഡലി വേവിച്ചെടുക്കുന്ന ആ സമയം കൊണ്ട് മുട്ടയും പുഴുങ്ങി കിട്ടും. അതിൻ്റെ അടിയിലത്തെ പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചേക്കുന്ന ആ വെള്ളത്തിനകത്തോട്ട് മുട്ട ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഗ്യാസിൽ ഇഡലി പാത്രം വെച്ചിട്ട് ഇഡലി അവിക്കുകയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇഡലി പാത്രത്തിൽ വെള്ളം എടുക്കുമ്പോൾ അതിലോട്ടൊരു മുട്ട അങ്ങ് ഇട്ട് കൊടുത്തേക്കും. അപ്പം ഇഡലി വേവുന്നതിൻ്റെ കൂടെ ആ മുട്ടയും കൂടെ അങ്ങ് വെന്ത് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ മുട്ടയും കൂടെ വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് നീലൂസിനെ പല്ല് തേപ്പിക്കാനായിട്ട് പോവാം കേട്ടോ. നീലൂസിനെ പല്ല് തേപ്പിക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരത്തില്ല, അവൻ അങ്ങോട്ട് പോവും. പിന്നെ വന്നിട്ട് പിന്നെ പല കാര്യങ്ങൾ എടുക്കാനും വെക്കാനും ഒക്കെ ആയിട്ട് അവൻ പോവും. പിന്നെയും പുറകെ നടന്ന് ഇങ്ങനെ എന്തോ പറയുന്നത് എടവാടാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ നീലൂസിനെ പല്ല് തേപ്പിക്കുന്ന കർത്തവ്യം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഇഡലി കൊടുക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാനിപ്പോഴേ അങ്ങ് പല്ല് തേപ്പിക്കുന്നത്. 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴ്. അപ്പോൾ ഉച്ചയ്ക്കത്തേന് ചിക്കൻ കറിയും ചോറും വെക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും വെക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ കാപ്പിയെല്ലാം കുടിച്ചിട്ട് ഇനി കടയിലോട്ട് പോകാം കേട്ടോ. ചിക്കൻ വാങ്ങണം, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കണം, ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കണം നീലൂസിന് കൊടുക്കാൻ. അങ്ങനെ അതെല്ലാം വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ കടയിലോട്ട് പോകാം കേട്ടോ. കടയിലോട്ട് നമ്മുടെ ഇവിടെ വട്ടിയൂർക്കാവ് ആ ഏരിയ തന്നെ കേട്ടോ, ദൂരോട്ടൊന്നും പോവാറില്ല. അപ്പം നമ്മൾ തൊഴുവങ്കോട് നിന്നാണ് ചിക്കൻ വാങ്ങിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സ്ഥിരം ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്യാനായിട്ട് നിന്നില്ല. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ തന്നെ നിന്ന് ചേട്ടായി പോയിട്ട് ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും നീലൂസും കൂടെ വഴക്കുണ്ടായി. അവന് ഓരോരോ സമയത്ത് ഓരോരോ വാശിയാണ്, ഓരോന്ന് ചെയ്യണമെന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടിയുണ്ടാവും. അങ്ങനെ അവിടുന്ന് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നേരെ പച്ചക്കറി കടയിലോട്ട് പോവാം കേട്ടോ. നമ്മുടെ വട്ടിയൂർക്കാവ് ആ ഏരിയയിൽ ഒരു അമൃതം എന്ന് പറയുന്ന ഒരു പച്ചക്കറി കടയുണ്ട്. അവിടെ പോയിട്ട് പച്ചക്കറി വാങ്ങിച്ചു. പിന്നെ 2 പാല് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 2 ലേസ് വാങ്ങിച്ചു. പിന്നെ ഒരു പൈനാപ്പിൾ വാങ്ങിച്ചു കേട്ടോ. പൈനാപ്പിൾ കണ്ടപ്പം എനിക്ക് പൈനാപ്പിൾ തിന്നാനൊരു കൊതി. പിന്നെ കുറച്ച് കുക്കുംബറും ക്യാരറ്റും ഒക്കെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. ആപ്പിൾ വാങ്ങണമായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. പിന്നെ ചിക്കനും ഉണ്ട്. ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഞങ്ങൾ ഇനി ലേസൊക്കെ തിന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് ബാക്കി പരിപാടിയിലോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചതല്ലേ ഉള്ളൂ. അങ്ങനെ ചേട്ടായിയാണ് ചിക്കൻ കറി വെച്ചത് കേട്ടോ. ചിക്കൻ കറിയുടെ ഡ്യൂട്ടി ചേട്ടായി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ ചേട്ടായി ചിക്കൻ കറി വെച്ചു. പിന്നെ ഞാൻ ചിക്കൻ കറി വെച്ചതിന് ശേഷം കേട്ടോ ചോറ് വെച്ചത്. അങ്ങനെ നമ്മൾ ഗ്യാസ് തീർന്നാൽ എന്ത്, ഗ്യാസിനോട് പോകാൻ പറ എന്നൊരു മനോഭാവത്തിൽ നമ്മൾ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഉള്ളതിൻ്റെ ഒരു ധൈര്യത്തിൽ നമ്മൾ അങ്ങ് നിന്നു. ഇനിയിപ്പം ഇതും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ കേട്ടോ, പട്ടിണി കിടക്കേണ്ടി വന്നേനെ. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തും വെച്ചുമൊക്കെ ഞങ്ങൾ ചിക്കൻ കറിയും ചോറും ഒക്കെ വെച്ച് കഴിച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഒന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എണീറ്റ് നോക്കിയപ്പം സമയം 8:45 രാത്രി. അങ്ങനെ ചേട്ടായി കടയിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് നീലൂട്ടനും 2 ഡയറി മിൽക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നീലൂസിൻ്റെതിൽ നിന്ന് എനിക്ക് തന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെതിൽ നിന്നൊരു പീസ് നീലൂട്ടനും കൊടുത്തു. അങ്ങനെ ഞങ്ങളത് കഴിച്ചു. ഇനി ഞാൻ പോയിട്ടൊന്ന് മേലൊക്കെ ഒന്ന് കഴുകി ഫ്രഷൊക്കെ ആവട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാനും വെക്കാനും ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ വിശേഷങ്ങളായിരുന്നു നമ്മുടെ വീട്ടിൽ ഇന്ന് നടന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. ക്ലീനിങ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. എല്ലാവരും എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.